എല്ലാവർക്കും സുഖല്ലേ? വെൽക്കം ടു സജിനാസ് കിച്ചൻ. സ്പൈസി കടലപ്പരിപ്പടൻ്റെ റെസിപ്പിയുമായാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റിയാണ്, ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇതിനു മുമ്പ് ഞാൻ സ്വീറ്റ് കടലപ്പരിപ്പടൻ്റെ റെസിപ്പി ഷെയർ ചെയ്തിരുന്നു. ഒത്തിരി പേർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫോട്ടോസൊക്കെ അയച്ചു തന്നിരുന്നു. നല്ല ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം. അപ്പോൾ സ്വീറ്റ് കടലപ്പരിപ്പടൻ്റെ ഒരു സ്പൈസി വേഷനായിട്ടാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. എങ്കിലേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുള്ളൂ. ഇതിനു വേണ്ടി 1 കപ്പ് കടലപ്പരിപ്പ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതിനെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. എന്നിട്ട് ഇതിലോട്ടേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മുങ്ങുന്ന പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 4-5 മണിക്കൂർ നമുക്കിവിടെ അടച്ച് വെച്ചൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഏകദേശം 4-5 മണിക്കൂറായിട്ടുണ്ട് നമ്മളെ കടലപ്പരിപ്പ് വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ട്. ഞാനിപ്പോൾ വീണ്ടും നന്നായിട്ട് കഴുകിയിട്ട് അതിന് വെള്ളമൊക്കെ ഊറ്റിയിട്ട് വേറൊരു ബൗളിലോട്ടേക്ക് മാറ്റിയതാണിത്. നമുക്കിത് മാറ്റി വെക്കാം. ഇതിനുള്ള മസാല റെഡിയാക്കാം. മസാല ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറാകുമ്പോൾ നമുക്ക് കടലപ്പരിപ്പും ഇതിൽ തന്നെ ഇട്ട് വേവിക്കാം. കുക്കർ നല്ലവണ്ണം തന്നെ ചൂടാകുമ്പോൾ ഇതിലോട്ടേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നല്ലവണ്ണം തന്നെ ചൂടാകുമ്പോൾ ഇതിലോട്ടേക്ക് മീഡിയം സൈസ് വരുന്ന ഒരു സവാള കൊത്തിയരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു സവാള മാത്രം മതിയാവും കേട്ടോ, കൂടുതൽ വേണ്ട. പിന്നെ ഇതിനാവശ്യമായുള്ള കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നമ്മുടെ സവാള നന്നായിട്ട് വഴന്നിട്ട് ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവണം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ കുക്കർ തന്നെ വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും സോസ് പാനോ ഏതെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പം ഏകദേശം നന്നായിട്ട് തന്നെ നമ്മുടെ സവാള വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ പച്ചമുളകൊക്കെ നിങ്ങൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നല്ലവണ്ണത്തിലൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലോട്ടേക്ക് ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നമ്മൾ ചേർത്തിട്ടുള്ള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴഞ്ഞ് വരണം. അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറി വരണം. അതുവരെ നല്ലവണ്ണം തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, നമ്മളിതിൽ ചേർത്തിട്ടുള്ള സവാളയ്ക്ക് നല്ലവണ്ണം തന്നെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലാക്കിയിട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. പൊടികളുടെ ഒരു പച്ചമണം മാറുന്നവരെ നല്ലവണ്ണം തന്നെ വഴറ്റി കൊടുക്കുക. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ ആദ്യം കുതിർത്ത് വെച്ചുള്ള കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ വെള്ളമൊക്കെ മുഴുവനും കളഞ്ഞിട്ട് വേണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അപ്പം മുഴുവൻ കടലപ്പരിപ്പും ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നല്ലവണ്ണം തന്നെ മിക്സാക്കി കൊടുക്കുക. നമ്മൾ ചേർത്തിട്ടുള്ള മസാലയും കടലപ്പരിപ്പും എല്ലാം തന്നെ നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. അതുവരെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലോട്ടേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ കുക്കറിൻ്റെ അടപ്പിട്ടതിന് ശേഷം ഇതിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. ഈ കടല നമ്മൾ വേവിക്കുമ്പോൾ ഒരു വിസിൽ വന്ന ഉടനെ തന്നെ ഓഫ് ചെയ്യണം. എന്നിട്ട് ഇതിൻ്റെ ആവി പോയി കഴിഞ്ഞാൽ തുറന്ന് നോക്കാം. കൂടുതൽ സമയം വേവിക്കരുത്, കടല വെന്ത് കുഴഞ്ഞു പോകും. അപ്പോൾ ഈ സ്പൈസി കടലപ്പരിപ്പട നല്ല ടേസ്റ്റിയാണ്, ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. സ്പൈസി ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു നല്ലൊരു അടിപൊളി ഐറ്റമാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ സ്വീറ്റ് ഇഷ്ടമുള്ളവർ സ്വീറ്റ് കടലപ്പരിപ്പട ട്രൈ ചെയ്ത് നോക്കുക. ഞാനതിൻ്റെ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. രണ്ടും ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. കടലപ്പരിപ്പ് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു തേങ്ങയുടെ അരപ്പ് റെഡിയാക്കാം. ആദ്യം തന്നെ നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഇതിലോട്ടേക്ക് 1 കപ്പ് ചിരവിയിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഫെനൽ സീഡ് ചേർത്ത് കൊടുക്കുക, അതായത് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ചതച്ച് വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മാറ്റി വെക്കാം. ഒരു വിസിലിന് ശേഷം ഞാനിവിടെ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മളെ കടല പാകത്തിന് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പാകമാണ് കേട്ടോ നമുക്ക് വേണ്ടത്. നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഉടച്ചെടുക്കാൻ കഴിയണം. ഈ ഒരു പാകമാണ് കേട്ടോ വേണ്ടത്. അധികം വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ ഇത് പാകത്തിന് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിൽ ഇത്തിരി വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ടൊന്ന് വറ്റിച്ചെടുക്കാം.
ഇപ്പോൾ ഇതിൽ ബാക്കി വന്ന വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം അരച്ച് വെച്ചിട്ട് നമ്മുടെ തേങ്ങയുടെ മിക്സ് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. മുഴുവൻ തേങ്ങയും ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മളെ തേങ്ങയും നമ്മുടെ ഒരു കടലപ്പരിപ്പും എല്ലാം കൂടി നല്ലവണ്ണം തന്നെ യോജിച്ച് വരണം. അതുവരെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക. അതായത് ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല ഡ്രൈ ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ വരട്ടിയെടുക്കാം. ഏകദേശം ഒരു 2-3 സെക്കൻഡോളം നന്നായിട്ട് തന്നെ വരട്ടിയെടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു കടലപ്പരിപ്പട അതായത് ചീത്തയായി പോവില്ല, നമുക്ക് 2-3 ദിവസം വരെ കേടുകൂടാതിരിക്കും. അപ്പോൾ നന്നായിട്ട് തന്നെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ വരട്ടിയെടുക്കുക. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ മസ്റ്റായിട്ട് തന്നെ ചെയ്യുക, സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ നന്നായിട്ട് തന്നെ ഇതുപോലെ വരട്ടിയെടുക്കുക. നന്നായിട്ട് തന്നെ വരട്ടിയെടുത്തിട്ടുണ്ട്. ഫൈനലായിട്ട് ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മൾ പൊടികളും മസാലയും എല്ലാം കൂടി നല്ലവണ്ണം തന്നെ യോജിച്ച് വരണം. അപ്പോൾ അതുവരെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള സ്പൈസി കടലപ്പരിപ്പ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയുള്ള നമ്മുടെ മസാല ഞാനിപ്പോൾ ഒരു ബൗളിലോട്ടേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. തണുക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ മാറ്റി കൊടുക്കുന്നത്. ചൂടോടുകൂടി നമുക്കിത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്കൊരു വേറൊരു ബൗളിലോട്ടേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് തണുക്കാൻ വേണ്ടി വെക്കാം. തണുത്തതിന് ശേഷം നമുക്ക് അടയുണ്ടാക്കി തുടങ്ങാം. മസാല തണുക്കുന്ന സമയം കൊണ്ട് നമുക്കിതിനുള്ള മാവ് റെഡിയാക്കാം. ആദ്യം തന്നെ നമുക്കൊരു ബൗൾ എടുക്കാം. ഇതിലോട്ടേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഈ മൈദക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ 1 കപ്പ് ആട്ടപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ നോർമൽ വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇതുപോലെ നല്ല സോഫ്റ്റായിട്ടാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മൾ ആദ്യം തയ്യാറാക്കിയുള്ള നമ്മുടെ മസാല ഇവിടെ നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഞാനൊരു ബൗളിലോട്ടേക്ക് ഒരു ഇത്തിരി മൈദ എടുത്തിട്ടുണ്ട് പരത്തിയെടുക്കാൻ വേണ്ടി. പിന്നെ നമ്മളിപ്പോൾ തയ്യാറാക്കിയുള്ള മാവ് റെഡിയാണ്. നമുക്കിനി ഓരോ അടയായിട്ട് തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയുള്ള നമ്മുടെ മാവിൽ നിന്നും ഇതുപോലൊരു ബോളിൻ്റെ ഷേപ്പിലത്ര വലുപ്പത്തിൽ നമുക്കൊരു കുറച്ച് മാവ് എടുക്കാം. എന്നിട്ട് പലകിൽ ഒരല്പം പൊടി തൂകിയതിന് ശേഷം നമുക്കിതിൻ്റെ പരത്തിയെടുക്കാം. പരത്തുമ്പോൾ നമ്മൾ വലുപ്പത്തിൽ തന്നെ പരത്താൻ ശ്രദ്ധിക്കുക. കഴിയുന്നത്ര വലുപ്പത്തിൽ പരത്തണം. അപ്പോൾ ഞാൻ മുഴുവൻ ഇവിടെ പരത്തിയെടുക്കട്ടെ. അപ്പോൾ ഇവിടെ ഇതുപോലെ വലുപ്പത്തിൽ തന്നെ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഏതെങ്കിലും അടപ്പോ മൂടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പം എനിക്ക് 4 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കി വന്ന നമ്മുടെ മാവ് ഇതിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ മാറ്റിയെടുക്കാം. അപ്പോൾ ബാക്കി വന്നിട്ടുള്ള ഈ ഒരു മാവ് നമ്മൾ കളയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇനി പരത്തുന്നതിൽ കൂട്ടിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പരത്തിയിട്ടുള്ള നമ്മുടെ ഈ ഒരു മാവ് ഇതുപോലെ തിന്നായിട്ടുണ്ട് നമ്മൾ പരത്തണം കേട്ടോ. കുറച്ച് കട്ടി കൂടാൻ പാടില്ല. ഇനി നമ്മൾ ആദ്യം തയ്യാറാക്കിയിട്ടുള്ള നമ്മുടെ മസാലയിൽ നിന്നും ഒരു 1-1.5 ടീസ്പൂണോളം വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ മസാല വേണ്ടത് അതിനനുസരിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 1.5 ടീസ്പൂൺ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പകുതി നേർ പകുതിയായിട്ട് ഇതുപോലെ മടക്കി കൊടുക്കുക. ഏകദേശം ഒരു ഹാഫ് മൂണിൻ്റെ ഒരു ഷേപ്പ് ഉണ്ടാവും കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ സൈഡ് ഭാഗം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ പ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എണ്ണയിലിടുമ്പോൾ വിട്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഒരിത്തിരി ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ഫോർക്കോ ഉപയോഗിച്ചിട്ട് ഇതുപോലെ സൈഡ് ഭാഗം ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എണ്ണയിലിടുമ്പോൾ വിട്ടു പോവുകയും ചെയ്യില്ല, നമുക്കൊരു ഷേപ്പും കിട്ടുകയും ചെയ്യും, കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാകും. അപ്പോൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ കണ്ടില്ലേ, നമ്മളൊരു സ്പൈസി അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒന്നും കൂടി കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഇതുപോലെ മസാല വെച്ച് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂണോളം മസാല വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേർ പകുതിയായിട്ടൊന്ന് മടക്കി കൊടുക്കുക. ഒരു ഹാഫ് മൂണിൻ്റെ ഷേപ്പിൽ മടക്കി കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതിൻ്റെ സൈഡ് ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ സൈഡ് ഭാഗം ഒന്നും കൂടി പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ
മൊത്തത്തിൽ തന്നെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ നമ്മളൊരു സ്പൈസി അട റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ മുഴുവൻ അടയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കാം. ഇതിന് വേണ്ടി ഒരു ഓയിൽ വെക്കാം. ഓയിൽ നല്ലവണ്ണം തന്നെ ചൂടാകുമ്പോൾ നമ്മൾ തയ്യാറാക്കിയുള്ള ഓരോ അടയും ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഇടുമ്പോൾ എണ്ണയ്ക്ക് നല്ല ചൂട് വേണം. ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മൾ അട ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഇതുപോലെ തിരിച്ച് ഇട്ട് കൊടുക്കണം. രണ്ട് ഭാഗം ലൈറ്റ് ഗോൾഡൻ കളർ ആവണം. അപ്പോൾ ഒരു ഭാഗം ആകുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് വളരെ ഈസി ആയിട്ട് തന്നെ ഫ്രൈ ചെയ്യാൻ കിട്ടും. വളരെ എളുപ്പത്തിൽ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ രണ്ട് ഭാഗം ലൈറ്റ് ഗോൾഡൻ കളർ ആവണം. അതുവരെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. ഇത് ഫ്രൈ ചെയ്യാൻ പണിയൊന്നുമില്ല. നമുക്ക് എളുപ്പത്തിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ രണ്ട് ഭാഗം ലൈറ്റ് ഗോൾഡൻ കളർ ആവണം. അതുവരെ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഇവിടെ രണ്ട് ഭാഗം ലൈറ്റ് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. നമുക്കിനി പ്ലേറ്റിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. ഇതിപ്പോൾ അങ്ങനെ എണ്ണ കുടിക്കുന്നൊരു പ്രശ്നമൊന്നും ഇതിന് വരില്ല. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടിഷ്യൂ പേപ്പറിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലെ ബാക്കിയെല്ലാം തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ വെറൈറ്റി സ്പൈസി കടലപ്പരിപ്പട എല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. സ്പൈസി ഇഷ്ടമുള്ളവർ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു കിടിലൻ സ്നാക്കാണ് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. കൂടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ വെറൈറ്റി റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു. ബൈ ബൈ.